ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഇന്ന് നമുക്ക് നല്ലൊരു വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടി ഉണ്ടാക്കി നോക്കാം കേട്ടോ. ഇതാണ് എൻ്റെ വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടി. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ വെണ്ടയ്ക്ക കുഞ്ഞതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതാണ് കട്ട് ചെയ്ത് വെച്ച വെണ്ടയ്ക്ക. ഇനി ഇതേ ഒരു സവാളയും കുറച്ച് കറിവേപ്പില വയ്ക്കുന്നുണ്ട്. ഇത് താളിക്കാനായിട്ട് വെക്കുകയാണ്. പാനി വെച്ചു, പാനിലേക്ക് എണ്ണ ഒഴിച്ചു, അതിൽ ചൂടായ സമയം കടുക് പൊട്ടിച്ചു കേട്ടോ. കടുക് പൊട്ടിച്ച് ആ ഒരു കടുക് പൊട്ടിയ ആ സമയം തന്നെ നമ്മളിവിടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഉള്ളി നല്ലോണം ഒന്ന് മൂക്കുന്ന വരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ. ഇപ്പോൾ ഉള്ളി നല്ലവണ്ണം ഇവിടെ ഇങ്ങനെ മൂത്ത് വരുന്നുണ്ട്, മൂക്കുന്നേയുള്ളൂ, മൂത്ത് വരുന്നുണ്ട്. അപ്പോൾ ഈ സമയം നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ ഇത് മൂത്തതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യം കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ. അപ്പോൾ അതിവിടെ ഞാൻ എടുത്ത് വെക്കുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം നമ്മുടെ ഉള്ളിലേക്ക് ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു 3/4 സ്പൂണോളം മുളക് പൊടിയും അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി, അതുപോലെ ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ടുകൊണ്ട് നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉപ്പ് നോക്കുമ്പോൾ കുറച്ച് കുറവായിരുന്നു. അപ്പോൾ അതിനുശേഷം ഞാൻ വീണ്ടും നോക്കിയിട്ട് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് എന്ത് ചെയ്യാം, നമ്മുടെ വെണ്ടയ്ക്കനെ മിക്സ് ചെയ്ത് കൊടുക്കാം, ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യണം. വെണ്ടയ്ക്ക ഇട്ട് കഴിഞ്ഞപ്പോഴാണ് കാണുന്നത് ഇതേ ഒരു കട്ട് ചെയ്യാത്ത വെണ്ടയ്ക്ക കിടക്കുന്നു. അത് വേഗം ഞാൻ എടുത്ത് മാറ്റി, എന്നിട്ട് അതും കുഞ്ഞതായി കട്ട് ചെയ്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ. ഇനി ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ ഒരു ഉപ്പും മുളകും എല്ലാവരും എത്തുന്ന രീതിക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു 5 മിനിറ്റ് വേവിച്ചതിന് ശേഷം ഇതൊന്നിങ്ങനെ ചുങ്ങി വന്നിട്ടുണ്ട്. ആ സമയം നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കേട്ടോ. ഇപ്പം ശരിക്കും മിക്സ് ചെയ്ത് ഞങ്ങളുടെ സെറ്റാവുന്നില്ലായിരുന്നു. ഇനി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇത് സെറ്റാക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കൂടെ നമുക്ക് അടച്ച് വെച്ചാൽ നമ്മുടെ വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ സിമ്പിളാണ്, എല്ലാവരും ട്രൈ ചെയ്യുന്നതാണ്. എന്നാലും ഒന്നും കൂടെ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നല്ല ടേസ്റ്റുമാണ്. രാവിലെ നമുക്ക് ലഞ്ച് ബോക്സിലേക്കൊക്കെ കൊടുത്തയക്കാൻ പറ്റിയ ഐറ്റവും കൂടെയാണ് കേട്ടോ. ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. ഇതാണ് എൻ്റെ വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടി. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു. എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കില്ലേ ഉണ്ടാക്കുക. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. ഓക്കെ, താങ്ക് യു.